മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായരെ അനുസ്മരിച്ച് കേരള സാഹിത്യ അക്കാദമി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ എം.എൽ.എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി കെ രാജൻ, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ എന്നിവർ എം.ടി. വാസുദേവൻ നായരെ അനുസ്മരിച്ചു. മലയാള സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരനാണ് എം.ടി. വാസുദേവൻ നായരെന്ന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച എം.ടി. വാസുദേവൻ നായർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മികവുറ്റ നേതൃത്വമാണ് തുഞ്ചൻ പറമ്പ് സ്മാരകവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എം.ടി. നൽകിയിരുന്നത്. കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് ആവേശം പകരുന്ന സാന്നിധ്യമായിരുന്നു അദ്ദേഹമെന്നും മന്ത്രി പറഞ്ഞു. തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ ഏറ്റവും ചലനാത്മകമായ നിലയിൽ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛനെ അനുസ്മരിച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന് ഏറ്റവും വലിയ ആവേശമായിരുന്നു അദ്ദേഹം പകർന്നു നൽകിയിരുന്നത്. സമാനതകളില്ലാത്ത നേതൃത്വമാണ് ആ സാംസ്കാരിക കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം എം.ടി. നൽകി പോന്നിരുന്നത്. വാർദ്ധക്യാവസ്ഥയിലും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ശ്രദ്ധാപൂർവം മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രഭാപൂരിതമായ തേജസ്സായി അദ്ദേഹം അതിനെ നയിച്ചുകൊണ്ടിരുന്നു. ആ ഒരു സ്ഥാപനം മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് ഏറ്റവും വലിയ ആവേശം പകരുന്ന സാന്നിധ്യം തന്നെയായി എം.ടി. ദീർഘകാലം നിലയുറപ്പിച്ചിരുന്നു. തൊട്ടതിലേക്കെല്ലാം ലോകശ്രദ്ധയാകർഷിക്കാൻ കഴിഞ്ഞ അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് എം.ടി. എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. എം.ടി. എന്തായിരുന്നു എന്നതിനേക്കാൾ എന്തായിരുന്നില്ല എന്നാലോചിക്കുന്നതാവും അനായാസമാവുകയെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ പറഞ്ഞു. എം.ടി. കരുതലും കരുണയും സ്നേഹവുമാണെന്ന കഥാകൃത്തും സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റുമായ വൈശാഖൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, സംവിധായകൻ പ്രിയനന്ദനൻ, സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗങ്ങളായ ആലങ്കോട് ലീലാകൃഷ്ണൻ, വി.എസ്. ബിന്ദു, കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളീകൃഷ്ണ, കവിയും ചിത്രകാരിയുമായ ഡോക്ടർ കവിതാ ബാലകൃഷ്ണൻ, സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങളായ ഡോക്ടർ സി രാവുണ്ണി, ഡോക്ടർ ആർ ശ്രീലതാവർമ്മ, വിജയരാജമല്ലിക എന്നിവർ സംസാരിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി സി.പി. അബൂബക്കർ സ്വാഗതവും ജനറൽ കൗൺസിൽ അംഗം എൻ. രാജൻ നന്ദിയും പറഞ്ഞു. അനുസ്മരണത്തോടനുബന്ധിച്ച് എം.ടിയുടെ ഫോട്ടോകളുടെ പ്രദർശനവും ശബ്ദരേഖകളുടെ പ്രക്ഷേപണവും നടന്നു. കൈരളി ന്യൂസ്, തൃശൂർ.